യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു സ്ഥലത്തേക്കോ സ്ഥാപനയിലേക്കോ ഉള്ള വഴി സൂചിപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡുകൾ പലയിടങ്ങളിലും നാം കണ്ടിട്ടുണ്ട്. വഴി തെറ്റാതെ യാത്ര ചെയ്യണം എന്നത് സൈൻ ബോർഡ് കൊണ്ടുള്ള ഉദ്ദേശം. തൻ്റെ ശിഷ്യന്മാർക്ക് യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുവാൻ ചുണ്ടുപലകയായി നിന്ന ഒരുവിനെക്കുറിച്ച് യോഹന്നാൻ 1:35-36 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനാണ് യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാൻ ആണ് ആ ചൂണ്ടുപലക. യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ ശിഷ്യന്മാരോട് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:36. യോഹന്നാൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി യാത്ര ചെയ്ത് ഈ ശിഷ്യന്മാർ യഥാർത്ഥ സത്യം കണ്ടെത്തി. എങ്ങനെയാണ് ഇവർ യഥാർത്ഥ സത്യം കണ്ടെത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നിരന്തരമായ അന്വേഷണത്തിൽ കൂടി അവർ സത്യം കണ്ടെത്തി. ഈ പോകുന്നവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നു എന്ന യോഹന്നാൻ്റെ സാക്ഷ്യം കേട്ട് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുവാൻ ശിഷ്യന്മാർ തയ്യാറായി. അവരുടൻ തന്നെ യേശുവിനെ അനുഗമിച്ചു. 1:37. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരുടെ മറുപടി ഒരു ചോദ്യം തന്നെയായിരുന്നു, ഗുരു, നീ എവിടെ പാർക്കുന്നു? ഇതിനുള്ള യേശുവിൻ്റെ മറുപടി, വന്ന് കാൺമീൻ. 1:38-39 വാക്യങ്ങൾ. അവരുടെ ചോദ്യത്തിൽ യഥാർത്ഥ സത്യം കണ്ടെത്തുവാനുള്ള ആവേശം ആണ് കാണുന്നത്. നിരന്തരമായ അന്വേഷണമാണ് യഥാർത്ഥ സത്യം കണ്ടെത്തുവാനുള്ള മാർഗം. വെറുതെയുള്ള അന്വേഷണം സത്യത്തിലേക്ക് നയിക്കില്ല. യോഹന്നാൻ 6:60 യേശുവിനെ പിൻപറ്റിയ പല ശിഷ്യന്മാരും അവനെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് മറ്റ് ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? അവരുടെ മറുപടി, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനം നിന്റെ പക്കലാണുള്ളത്. അന്വേഷണം അവരെ യഥാർത്ഥ സത്യത്തിലേക്ക് നയിച്ചു. എന്നാൽ യേശുവിനെ വിട്ടുപോയവർക്ക് സത്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കാര്യലാഭത്തിനു വേണ്ടി യേശുവിനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ശിഷ്യനാകില്ല. യേശുവിനെ കണ്ടെത്തുവാൻ ആത്മാർത്ഥമായ അന്വേഷണം ആവശ്യമാണ്. അന്വേഷിക്കുന്നവരാണ് കണ്ടെത്തുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി 7:7. അന്വേഷണം യോഹന്നാൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി. നിരന്തരമായ അന്വേഷണമാണ് സാധു സുന്ദർ സിംഗിനെ യേശുവിൻ്റെ ശിഷ്യനാക്കിയത്. 2, അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ജീവിതത്തിൻ്റെ അനുഭവമാക്കണം. യോഹന്നാൻ്റെ വാക്ക് കേട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ യേശു പാർക്കുന്നിടം കണ്ടു. അവർ യേശുവിനോട് കൂടെ പാർത്തു. 1:39. യേശുവിനോട് കൂടെ പാർത്തു എന്നത് അവർ കണ്ടെത്തിയ സത്യത്തെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി എന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസത്തിലും പരമപ്രധാനമായ ഒന്നാണ് ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക എന്നത്. അനുഭവമാണ് ക്രിസ്തീയ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ക്രിസ്തു ശിഷ്യനായി തീർന്ന പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. 2 തിമോഥെയോസ് 1:12. ഞാൻ വിശ്വസിക്കുന്ന ആളിനെയും എൻ്റെ ആശ്രയമായിരിക്കുന്നവരെയും അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഈ വാക്യങ്ങളിൽ ഉള്ളത്. അനുഭവമാണ് നമ്മെ ശിഷ്യത്വത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. സങ്കീർത്തനം 34:9 പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. യഹോവ നല്ലവൻ രുചിച്ചറിഞ്ഞവർക്ക് ഒരു ദൗത്യം കൂടിയുണ്ട്. രുചിച്ചറിഞ്ഞ് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. യോഹന്നാൻ കാണിച്ചു കൊടുത്ത യേശുവിനെ അനുഭവമാക്കിയവരിൽ ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. യോഹന്നാൻ 1:40. താൻ അനുഭവമാക്കിയ യേശുവിൻ്റെ അടുക്കൽ
തൻ്റെ സഹോദരനായ ശിമോൻ പത്രോസിനെ അന്ത്രയോസ് കൊണ്ടുചെല്ലുന്നു. യോഹന്നാൻ 1:41-42 വാക്യങ്ങൾ. യേശുവിനെ അനുഭവമാക്കിയ പീലിപ്പോസ് നഥനയേലിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. നഥനയേലിൻ്റെ സ്വഭാവത്തെ അറിയാമായിരുന്ന യേശു പറയുന്നത് അവൻ കപടമില്ലാത്തവനും ദൈവഭക്തിയുമുള്ളവനാകുന്നുവെന്ന്. നഥനയേൽ യേശുവിനെ ദൈവപുത്രനും ഇസ്രായേലിൻ്റെ രാജാവും എന്ന് സാക്ഷിച്ചു. യോഹന്നാൻ 1:49. യേശുവിനെ അനുഭവമാക്കുന്നവർ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ചൂണ്ടുപലകയായി തീരണം. നാം അനുഭവമാക്കി യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. ക്രിസ്തു ജീവിതം ദൈവാനുഭവമാണ്. അനുഭവിച്ചറിയാതെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ കഴിയില്ല. യഥാർത്ഥ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങൾ. അവനോടുകൂടി കഷ്ടം അനുഭവിക്കുമ്പോഴാണ് നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നത്. റോമർ 8:17. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്. അനുഭവിച്ചറിയേണ്ടുന്നവനെ വെന്തും വെണ്ണം അനുഭവിച്ചറിയാതെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. കർത്താവേ, എനിക്ക് കാണിച്ചു തന്ന ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം. തീവ്രമായ ആശിപ്പു